ശിവശതകത്തിലേക്ക് വന്നു കഴിയുമ്പോൾ വൈരാഗ്യം ജനിപ്പിക്കുവാനായിട്ടുള്ള പല മാർഗങ്ങൾ, അതായത് ഇന്ന കാര്യങ്ങളിലേക്ക്, സ്ത്രീകളിലേക്ക്, ഓപ്പോസിറ്റ് ജെൻഡറിലേക്ക് നമ്മുടെ ശ്രദ്ധ കൊണ്ട് എത്തിക്കരുതേ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ എന്താ ഇവിടെ ഉദ്ദേശിക്കുന്നത്? ഭഗവാന്റെ ആ തിരു സന്നിധിയിലേക്ക് മാത്രമായിരിക്കണം എൻ്റെ ശ്രദ്ധ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്നെ ഏതെല്ലാം തരത്തിലാണോ ആ ഭഗവാന്റെ സന്നിധിയിലേക്ക് തിരിയുവാൻ സഹായിക്കാത്തത്, അങ്ങനെയുള്ള ഘടകങ്ങളൊക്കെ തന്നിൽ നിന്നും ദൂരത്താക്കണമേ എന്ന പ്രാർത്ഥന. കാരണം ഭക്തിയിലൂടെ മാത്രമേ ഭഗവാനെ പ്രാപിക്കുവാനും ഭഗവാന്റെ അടുത്തെത്തുവാനും കഴിയുകയുള്ളൂ എന്ന് മനസ്സിലാക്കിയ ഒരു സാധകനാണ് ശിവശതകത്തിലുള്ളത്. അതായത് തനിക്ക് എന്താണ് ആവശ്യമെന്ന് വളരെ കൃത്യമായി തന്നെ മനസ്സിലാക്കുകയും ആ സാധന ചെയ്യുന്നത് അതിന്റെ സാധ്യത്തിൽ എത്താൻ വേണ്ടിയാണ്. അപ്പൊ തന്റെ ലക്ഷ്യം എന്താണെന്ന് വളരെ കൃത്യമായിട്ട്, അതായത് ഭഗവത് ചരണങ്ങളാണ്, ഭഗവാനോടുള്ള ഭക്തിയാണ് തന്റെ ലക്ഷ്യമെന്ന് മനസ്സിലാക്കി കഴിഞ്ഞ സാധകൻ തന്നെ മറ്റുള്ള തലത്തിലേക്കൊന്നും ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ അനുവദിക്കരുത് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് 75-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, പരമഭാവന പാഹി പുരാരെ ദുരിതനാശന ദുർജടയെ നമ ചരണസാര സയുഗ്മ നിരീക്ഷണം വരണതെന്ന് വലാന്തക വന്ദിത എന്ന് പറഞ്ഞ വലാന്തകൻ ആരാണ്? ഇന്ദ്രനാണ്. അപ്പൊ ഇന്ദ്രദേവൻ പോലും വന്ദിക്കുന്ന, അപ്പൊ നമ്മളൊക്കെ ദേവതമാരായിട്ട് കരുതുന്നവർ, നമ്മളിൽ ശ്രേഷ്ഠരാണെന്ന് മനസ്സിലാക്കുന്നവർ പോലും വന്ദിക്കുന്ന ദേവനാണ് ആര്? പരമശിവൻ. പരമശിവനെ വലാന്തക വന്ദിതൻ പോലും ദേവതകളുടെ ഈശ്വരനായിട്ടുള്ള, അല്ലെങ്കിൽ ദേവതകളെ നിയന്ത്രിക്കുന്ന, ദേവതകളുടെ രാജാവായിരിക്കുന്ന ഇന്ദ്രൻ പോലും വണങ്ങുന്ന ഭഗവാനെ അങ്ങ് എന്ത് ചെയ്യണം? എന്നെ പാഹി എന്ന് പറഞ്ഞാൽ എന്താ? കാത്തുരക്ഷിക്കുക, അനുഗ്രഹിക്കുക, സദാ കൊണ്ട് നടത്തുക. പരമപാവനനാണ്. പരമം എന്ന് പറഞ്ഞാൽ അതി ഉന്നത തലത്തില്, അതിന് പരമായിട്ടൊന്നുമില്ല. എന്റെ പരമാവധി ഞാൻ നോക്കി എന്ന് പറയില്ല. എന്താ പരമാവധി? പരമാവധി എന്ന് പറഞ്ഞാൽ മാക്സിമം, ഏറ്റവും സൂപ്പർ ലെവലിൽ നിൽക്കുന്ന ആള്. അപ്പൊ പാവനൻ എന്ന് പറഞ്ഞാൽ ശുദ്ധിയോട് കൂടിയവൻ, അതിൽ ശുദ്ധമായിട്ടൊന്നുമില്ല. അപ്പൊ ഭഗവാന്റെ സ്വരൂപമാണ് ശുദ്ധി എന്ന് പറയുന്നത്. ഇനി പുരാരെ എന്ന് പറഞ്ഞാൽ ആരാ? പുരങ്ങളെ ഹരിച്ചവൻ. ത്രിപുരാന്തകൻ എന്നൊരു പേരാർക്കുണ്ട്? ഭഗവാനുണ്ട്, അല്ലെ? ജാഗ്രത, സ്വപ്ന, സുഷുപ്തി എന്നത് 3 പുരങ്ങളാണ്. ഈ 3 പുരങ്ങളെയും നശിപ്പിച്ച് ജ്ഞാനത്തിലേക്ക്, അതായത് തുര്യത്തിലേക്ക് ഉണർന്നവനാണ് ഭഗവാൻ. ഓക്കെ, അപ്പൊ അതാണ് പുരാരെ, പാഹി പുരാരെ ദുരിതനാശന ദുർജടയെ നമ. ദുരിതനാശന എല്ലാ പാപങ്ങളെയും എല്ലാ കഷ്ടപ്പാടുകളെയും നശിപ്പിക്കുന്നവൻ, നശിപ്പിക്കാൻ കഴിവുള്ളവനാണ് ആര്? ഭഗവാൻ. ഓക്കെ, എന്നിട്ട് പിന്നെ പറയുന്നത് ചരണസാര സയുഗ്മ നിരീക്ഷണം. ചരണം, കാല്, ഭഗവാന്റെ ആ പാദങ്ങള് രണ്ടും എന്താണ്? രണ്ടും എനിക്ക് കണ്ടു വണങ്ങുവാനുള്ള ആ അനുഗ്രഹം എന്നാണ് ഉണ്ടാകുക? ചുരുക്കത്തിൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഭഗവാന്റെ ഭക്തിയുടെ ആ നിർവൃതിയിൽ എന്നാണ് എനിക്ക് നിലകൊള്ളുവാൻ സാധിക്കുന്നത്? എനിക്ക് വേറൊന്നും ആവശ്യമില്ല. ഇതൊരു ഭക്തന്റെ ലക്ഷണമാണ്. അവന് ഈ ലോകത്തിലെ ഒന്നും തന്നെ പ്രധാനമുള്ള കാര്യമല്ല. എന്താണ് പ്രധാനം? താൻ വന്ദിക്കുന്ന, താൻ ആരാധിക്കുന്ന, താൻ ശ്രേഷ്ഠമെന്ന് കരുതുന്ന തൻ്റെ എല്ലാമായിട്ടുള്ള ഈശ്വരനെ കാണുക എന്നത്. ഭക്തി എങ്ങനെ ആയിരിക്കണം എന്നറിയാമോ? ഒരു പ്രണയിനി എപ്രകാരമാണോ തൻ്റെ പ്രാണനാഥനെ സദാ ഓർത്തുകൊണ്ടിരിക്കുന്നത്, അതുപോലാവണം
ഓരോരുത്തരുടെയും മനസ്സ് ഈശ്വരനിലേക്ക് അർപ്പിക്കാനായിട്ട്, ചിന്തിക്കാനായിട്ട്, അല്ലെ? ഒരു പ്രണയത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു പെൺകുട്ടിയുടെ മനസ്സിൽ സദാ എന്തേ ചിന്ത കാണുള്ളൂ? തൻ്റെ ആ പ്രാണനാഥനെ കുറിച്ചുള്ള ചിന്തകളായിരിക്കും സദാസമയം. എന്ന് പറയുന്നത് പോലെ ഈശ്വരനെ കുറിച്ച് സദാ ചിന്തിക്കുവാനും സദാ അതിൽ രമിക്കുവാനുമുള്ള അനുഗ്രഹം നമുക്കുണ്ടാകും. ഇന്ന് ഈശ്വര പ്രാപ്തിക്കായിട്ട് ചില കാര്യങ്ങൾ, അതായത് ആ വൈരാഗ്യം ജനിപ്പിക്കേണ്ടതായിട്ടുള്ള വരികൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഇനി ഭഗവാനെ സ്തുതിച്ചു പാടുകയാണ്, അല്ലെങ്കിൽ ആ ഒരു രമണം നടക്കുകയാണ് ഭഗവാന്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട്. ഇതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ സാധനയിൽ പോലാണ്, ശ്രവണ മനന നിധിധ്യാസനത്തിലൂടെയാണ്. അപ്പൊ ഭഗവാന്റെ ആ ഒരു ഭക്തിയിലേക്ക് ഉണരണമെങ്കിൽ ആദ്യം എന്തുണ്ടാകണം? വിവേകമുണ്ടാകണം, അല്ലെ? എന്താണ് തനിക്ക് ആവശ്യമായിട്ടുള്ളതെന്നും എന്താണ് താൻ കളയേണ്ടതെന്നും ഒരു വ്യക്തമായ ബോധം ആർക്കുണ്ടാവണം? ഈ സാധകൻ ഉണ്ടാവണം. ഇപ്പോൾ ആ സാധകൻ അറിയാം തനിക്ക് എന്താണ് വ്യക്തമായിട്ട് വേണ്ടതെന്ന്. അപ്പൊ വിവേകമായി, വൈരാഗ്യമായി ഇനി ഭക്തി ഉണരുവാൻ എളുപ്പമാണ്. അപ്പൊ 76-ാമത്തെ ശ്ലോകത്തിലൂടെ ഭഗവാനോടുള്ള ഈശ്വര പ്രാപ്തി അത് എനിക്ക് സദാ ഉണ്ടാവണമെന്ന് വീണ്ടും പ്രാർത്ഥിക്കുന്നതാണ്. ആരെങ്കിലും 76-ാമത്തെ ശ്ലോകം ഒന്ന് ചൊല്ലുക. സരസിജായതലോചന സാദരം സ്മരനിഷൂദനമാമവനീപദേ കരുണ നിന്മനതാരിലുദിക്കണം ഗിരിശയ്യനു വാസരമെപ്പോഴും. സരസിജായതലോചന. സരസ് എന്താണ്? സരസ് ജലം. സരസിജായത അതൊരു കവിയുടെ ഒരു എന്താ പറയുന്ന ഒരു പാടവമാണ് ഇവിടെ. സരസ്യജായത എന്ന് പറഞ്ഞാൽ ജലത്തിൽ ജനിച്ചവൾ. ജായതേ, ജായത എന്ന വാക്കിന്റെ അർത്ഥം ജനിക്കുക എന്നാണ്. ജന്നാണ് അതിന്റെ ധാതു. അപ്പൊ സരസ്യജായത ആരാണ് ജലത്തിൽ ജനിക്കുന്നത്? താമര. താമര പോലിരിക്കുന്ന ലോചനം ഉള്ളവനാണ് സരസിജായത ലോചനം. ഇനി ലോചനം എന്താണ്? കണ്ണ്. താമര പോലിരിക്കുന്ന കണ്ണോട് കൂടിയവൻ എന്ന് പറയാം, അല്ലേ? അപ്പോ ഈ വാക്ക് തന്നെ നമുക്ക് വേറൊരു തരത്തിൽ മനസ്സിലാക്കാം. സരസിജ ലോചന എന്ന് പറഞ്ഞാൽ എന്താ? താമരയുടെ ഇതളുകൾ പോലെ കണ്ണുള്ളവർ. ഇനി സാദരം സ്മര നിഷൂധന എന്ന് പറയുന്നുണ്ട്. എന്താ സ്മര നിഷൂധന? കാമദേവനെ നശിപ്പിച്ചവൻ. കാമദേവനെ നശിപ്പിക്കുക കഥ നമുക്കറിയാം, അല്ലെ? പാർവതി ദേവി തപസ്സിരുന്നതും അതുപോലെ പാർവതി ദേവിയിലേക്ക് ആകൃഷ്ടനായിട്ട് കാമബാണം എയ്ത കാമദേവനെ തന്റെ തപസ്സിൽ നിന്ന് ഉണർന്ന് തൃക്കണ്ണ് തുറന്ന് കാമദേവനെ നശിപ്പിച്ചു എന്ന ഒരു കഥ നാം കേട്ടിട്ടുള്ളതാണ്. അപ്പൊ സ്മരനിഷൂധന എന്ത് ചെയ്യണം? മാം അവ. ആ വാക്ക് ഇങ്ങനെയാണ് പിരിക്കേണ്ടത്, മാം അവ. ഇനി സംസ്കൃതി മാം എന്ന് പറഞ്ഞാൽ എന്താ? എന്നെ. അവ എന്ന് പറഞ്ഞാൽ കാക്കുക. മാം അവ നീ പതേ. പതേ എന്നുള്ള വാക്കും സൂപ്പർലേറ്റീവ് ആണ്. എന്താണ് സൂപ്പർലേറ്റീവിന്റെ പ്രത്യേകത? അതിൽ ശ്രേഷ്ഠമായിട്ട് മറ്റൊരു പദം കൊണ്ടുവരാൻ പറ്റില്ല. പരമമായിട്ടുള്ള തലത്തിൽ ഇരിക്കുന്ന ആ രക്ഷിതാവിന്റെ പേര് അല്ലെങ്കിൽ ആ ഈശ്വരനെയാണ് പതേ എന്ന് പറയുന്നത്. മാമവ നീ പതേ. സരസിജ ജായത ലോചന സാധരം. സാധരം എന്ന് പറഞ്ഞ് എല്ലാവരോടും കൂടെ, എല്ലാ ഭക്തന്മാരോടും ഒത്ത് നീ എന്ത് ചെയ്യണം? എന്നെ കാക്കണം. കാരണം ഭഗവാൻ ആരാണ്? ഭക്തവത്സലനാണ്. ഈ പ്രാർത്ഥിക്കുന്നവന് ഉത്തരം നൽകുന്നവനാണ്. അപ്പൊ മറ്റുള്ള ഭക്തന്മാരെ കൺസിഡർ ചെയ്യുന്നത് പോലെ ആരെയും കൺസിഡർ ചെയ്യണം? എന്നെയും കരുതണം എന്നാണ് പറയുന്നത്. കരുണ നിന്മനതാരിൽ ഉദിക്കണം. കരുണ ഭഗവാന്റെ സ്വഭാവമാണ്.
കരുണ നിൻ മനതാരിൽ ഉദിക്കണം. എന്തുകൊണ്ട് നിൻ മനതാരിൽ ഉദിക്കണം? ഭഗവാന് ഞാൻ ഇവിടെ കഷ്ടപ്പെടുന്നത് കണ്ടിട്ട് എന്ത് ചെയ്യണം? എന്നോടൊരു കരുണ തോന്നണം. ഇതാദ്യ ശിവശതകത്തിന്റെ തുടക്കം തൊട്ട് നമ്മൾ ശ്രദ്ധിക്കുന്നതാണ്. ഈ കരുണ എന്ന വാക്ക് പല പ്രാവശ്യം ഗുരുദേവൻ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ നിൻ മനതാരിൽ ഉദിക്കണം. കാരണം നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്ന ഒരു ജീവിത ശൈലി ഒരിക്കലും തലത്തിലേക്ക് ഉയരുവാനുള്ള ഒരു ജീവിതമല്ല നമ്മൾ നടത്തുന്നത്, അല്ലെ? മറ്റുള്ള വസ്തുക്കളിലോ വ്യക്തിയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിലോ മനസ്സ് അതിൽ ഏർപ്പെടുത്തി വിഷമങ്ങളിലൂടെ കടന്നു പോവുകയും സത്വബുദ്ധി ഉദിക്കാനുള്ള യാതൊരു വഴിയും നാം ജനിപ്പിക്കാതെ അതിൽ തന്നെ കിടന്നൊഴലുകയും ചെയ്യുന്നത് കൊണ്ടാണ് കരുണ തോന്നണേ, കരുണ തോന്നണേ എന്ന് വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കുന്നത്. അപ്പൊ അങ്ങനെ പ്രാർത്ഥിക്കുമ്പോ ആ മനസ്സിന്റെ സമർപ്പണ ബുദ്ധിയും കൂടെ നമ്മൾ മനസ്സിലാക്കണം. എപ്പോഴാണ് നമ്മൾ ഒരാളോട് വീണ്ടും 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 അഭ്യർത്ഥിക്കുന്നത്? തൻ്റെ അവസ്ഥ മോശമായിരിക്കുമ്പോൾ, അല്ലേ? നല്ല രീതിയിൽ നല്ല സിറ്റുവേഷനിലൊക്കെ ജീവിച്ചു വരുമ്പോ നമ്മൾ ഒരാളോട് ഒരു അഭ്യർത്ഥന നടത്താറുണ്ടോ? ഇല്ല. കാരണം തനിക്കത് നേടിയെടുക്കാനോ അല്ലെങ്കിൽ താൻ ആ തലത്തിലേക്ക് ഉയരുവാനോ ഉള്ള കഴിവുണ്ട്. പക്ഷെ തന്നെ കൊണ്ട് കഴിയുന്നില്ല, ആ തലത്തിലേക്ക് ഉയരാൻ പറ്റുന്നില്ല. താൻ സ്വയം വിചാരിച്ചു കഴിഞ്ഞാൽ മാത്രം നടക്കില്ല എന്ന് ബോധമുള്ളപ്പോഴാണ് നമ്മൾ മറ്റുള്ളവരുടെ സഹായം അഭ്യർത്ഥിക്കുന്നത്. അപ്പൊ അങ്ങനെ കരുണ നിൻ മനതാരിൽ ഉദിക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ ഈ കിടന്ന് കഷ്ടപ്പെടുന്നത് കണ്ടിട്ട് ഒരു അനുകമ്പ തോന്നിയിട്ട്, ഭഗവാന് അനുകമ്പയുണ്ട്, എന്നാലും ഞാൻ പറയാണ് ഭഗവാനെ നിൻ മനതാരിൽ എന്തുദിക്കണം? കരുണയുദിക്കണം. ആരാണ് ഭഗവാൻ? ഗിരീശനാണ്. എന്താ ഗിരീശൻ? മലകളുടെ ഈശനാണ്. അയ്യൻ എന്നാണ് കേട്ടോ. ഗിരീശ മയ്യനു വാസരം എപ്പോഴും. വാസരം, അനുവാസരം എന്ന് എഴുതിയിട്ടുണ്ട്. അനുവാസരം എന്ന് പറഞ്ഞാൽ ദിവസവും, എല്ലാ ദിവസവും, എപ്പോഴും, സദാസമയവും എന്ത് ചെയ്യണം? എന്നിൽ വസിക്കണം. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ സദാസമയവും ഈശ്വരൻ എൻ്റെ ഉള്ളിൽ വസിക്കണം എന്നാണ് അതിൻ്റെ അർത്ഥം. എനിക്ക് എൻ്റെ ഭക്തി നിന്നിൽ സമർപ്പിച്ചിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടത്? നീ എന്നെ സദാ കാത്ത് പരിപാലിച്ച് കൊണ്ടുപോകണം. എൻ്റെ മനസ്സ് അവിടെയും ഇവിടെയും തട്ടിത്തടവി നിൽക്കാതെ സദാ നിന്നിലേക്ക് അർപ്പിതമായിരിക്കണം. അതിന് നിന്റെ അനുഗ്രഹം എനിക്കുണ്ടായേ മതിയാവും. ഓക്കെ, അടുത്ത ശ്ലോകം നോക്കാം. പുതിയ പൂ പറിച്ചു ഭവാന് ഞാൻ മതിയിലോർത്തൊരു നേരവുമെങ്കിലും ഗതി വരും പടി പൂജകൾ ചെയ്തതില്ല, അതിനുടെ പിഴയോ ഇതു ദൈവമേ. അതായത് താൻ കൃത്യമായിട്ട് സാധന നടത്തിയിട്ടില്ല എന്ന് ബോധമുള്ള ഒരു സാധകനാണ് ഇവിടെ, അല്ലെ? ഞാന് ഒരുപക്ഷെ ഭഗവാനെ കൃത്യമായ രീതിയിൽ ഭജിച്ചിട്ടില്ല, അല്ലേ? അതുകൊണ്ടാണോ ഞാൻ ഇനി ഇവിടെ കിടന്ന് ഇഷ്ടപ്പെടുന്നത്? കാരണം ഏതൊരു കാര്യത്തിനും നമുക്കൊരു കാരണം ആവശ്യമാണ്, അല്ലെ? ഞാൻ ഇങ്ങനെ ചെയ്തത് കൊണ്ടാവാം ഇന്ന് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നു. ഞാൻ നന്നായി കഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഇന്ന് ഞാൻ നല്ലൊരു രീതിയിൽ ജീവിക്കുന്നത്. ഞാൻ നന്നായി പഠിച്ചത് കൊണ്ടാണ് ഞാൻ നല്ല മാർക്കോടുകൂടി പാസ്സായത്. ഞാൻ നന്നായി ഇടപെട്ടത് കൊണ്ടാണ് ആൾക്കാർ എന്നോട് നല്ല രീതി. ഇപ്പൊ മനുഷ്യന്റെ ഒരു സഹജമായ സ്വഭാവമാണ് അതിൻ്റെ കാരണങ്ങളെ കണ്ടെത്തുക എന്നുള്ളത്. അപ്പൊ തൻ്റെ ദുരിതം, താൻ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾക്കും എന്തെങ്കിലുമൊക്കെ ഒരു കാരണം കാണും എന്നതാണ് ഇവിടെ മനസ്സിലാക്കണം, അല്ലെങ്കിൽ ആ സാധകൻ ചിന്തിക്കുന്നത്. പുതിയ പൂവ് പറിച്ചു ഭവാന് ഞാൻ. എന്തേ പുതിയ പൂവ്? രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ഭക്തിയോടെ
വിടർന്നു നിൽക്കുന്ന പൂക്കൾ പറിച്ച് ഭഗവാനോട് അർപ്പിച്ചിട്ടുണ്ടോ എന്നതാണ്. അപ്പൊ പുതിയ പൂവ് പറിച്ചു ഭവാനി ഞാൻ മതിയിലോർത്തൊരു നേരമെങ്കിലും. മതി എന്താണ്? മനസ്സ്. മനസ്സില് ഒരു നേരമെങ്കിലും ഓർത്തിട്ട് ഭഗവാന് സമർപ്പിച്ചിട്ടുണ്ടോ? ഗതി വരുമ്പടി പൂജകൾ ചെയ്തതില്ല. ഗതി വരുമ്പടി, ഗതി വരും എന്ന് പറഞ്ഞാൽ നന്മ വരുമ്പടി, സത്വബുദ്ധി ഉണരുമ്പടി, മോക്ഷം വരുമ്പടി, ഭക്തി വരുമ്പടി, അത് വരുന്നത് പോലെ ഞാൻ പൂജകൾ ചെയ്തില്ല. അതിനുടെ പിഴയോ ഇതു ദൈവമേ. അല്ലയോ ദൈവമേ. ദൈവം എന്ന് പറഞ്ഞാൽ പ്രകാശം സ്വരൂപം. ദിവ് ധാതുവിൽ നിന്നും വന്നിട്ടുള്ളതാണ്. ദ്യോത്യതേ എന്നാണ് വാക്ക്. പ്രകാശ സ്വഭാവമായിരിക്കുന്നവൻ ദൈവം. അപ്പൊ ആ ദൈവത്തിനോട് ചോദിക്കുകയാണ്, ഭഗവാനോട് ചോദിക്കുകയാണ്, ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല, ചെയ്യേണ്ടതായിട്ടുള്ള തന്റെ കർമ്മങ്ങൾ ചെയ്തിട്ടില്ല, അതുകൊണ്ടാണോ ഞാൻ ഈ അനുഭവിക്കുന്നത് എന്നാണ്. അല്ലെ? മുമ്പേ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ എപ്പോഴും കർമ്മബദ്ധമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും, കാരണങ്ങൾ അനുസരിച്ച ഉള്ള എന്താ പറയുക, കർമ്മഫലങ്ങളെ ആണ് നമ്മൾ എപ്പോഴും ആശ്രയിക്കുക. അല്ലെ? കർമ്മ എന്ന് പറയുന്ന നിയമമുണ്ട്, കർമ്മ നിയമങ്ങളുണ്ട്. അപ്പൊ പ്രത്യവായവ ദോഷമുണ്ട്. ചെയ്യേണ്ടിയിരുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുമ്പോൾ അതിന്റെ ദോഷങ്ങൾ ഉണ്ടാകും എന്നൊരു വിശ്വാസം വേദം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അല്ലെങ്കിൽ അതൊരു നിയമമാണ്. ഭഗവാനെ ഭജിക്കാത്തത് കൊണ്ടാണോ ഞാൻ ഇത് അനുഭവിക്കുന്നത്, അല്ലെങ്കിൽ ദുരിതത്തിൽ കിടന്ന് കഷ്ടപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ, എന്റെ മനസ്സ് മറ്റുള്ള വസ്തുക്കളിലേക്കും വ്യക്തികളിലേക്കും ഒക്കെ പായുന്നത് കൃത്യമായ രീതിയിൽ ഭഗവാന്റെ ആ ചിന്തനം എന്റെ ഉള്ളിൽ ഉണ്ടാകാത്തത് കൊണ്ടാണോ എന്ന ചോദ്യമാണിവിടെ. ഞാൻ ഭഗവാനെ കുറിച്ച് അല്ലെങ്കിൽ സത്വബുദ്ധിയിലേക്ക് ഉണരാതിരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന ചിന്തയാണ് ഇവിടെ. ഓക്കെ, ഇതേ കാര്യം ആത്മോപദേശ ശതകത്തിൽ ചോദിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. എന്താണത്? മനമലർ കൊയ്ത്, അല്ലെ? വനമലർ കൊയ്ത് എന്ത് ചെയ്യണം? പൂജ ചെയ്യണം. ഇനി വനമലർ കിട്ടിയില്ലെങ്കിൽ മനമലർ കൊയ്ത് ചെയ്യണം. അതും അല്ലെങ്കിൽ മനസ്സിൽ ഉരുവിട്ടിരിക്കണം, അപ്പോൾ മായ മാറും എന്ന് ആത്മോപദേശ ശതകത്തിൽ പറയുന്നുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ മനസ്സിനെ നിയന്ത്രിക്കണമെങ്കിൽ എപ്പോഴും മനസ്സിന്റെ ആലംബം എന്താണ്, മനസ്സ് എന്തിലേക്കാണ് ചാഞ്ഞു നിൽക്കുന്നത് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അതാണ് ഇവിടെ ഭഗവാനാണ് ആലംബമെങ്കിൽ ദുരിതങ്ങൾ ഉണ്ടാവില്ല. കാരണം സത്വബുദ്ധിയിലേക്കാണ് നാം നയിക്കപ്പെടുന്നത് എന്ന് വളരെ കൃത്യമായിട്ട് ഈ ശിവശതകത്തിലെ സാധകന് മനസ്സിലാവും. ഈ ഭൂമിയിലുള്ള മറ്റെന്ത് കാര്യത്തിലാണെങ്കിലും നമ്മുടെ ചിന്ത പോകുന്നതെങ്കിൽ അവയ്ക്കെല്ലാം ഒരു കാര്യകാരണ സ്വഭാവത്തിലൂടെ കർമ്മഫലങ്ങൾ നമ്മളിലേക്ക് വന്നെത്തുന്ന രീതിയിലേക്ക് മാറും. നമ്മൾ ഒരാളെ സ്നേഹിക്കുവാണെങ്കിൽ അയാളിൽ നിന്നൊരു സഹായം പ്രതീക്ഷിക്കുമ്പോൾ സഹായം ലഭ്യമായില്ലെങ്കിൽ എന്ത് പറ്റും? ദുഃഖമുണ്ടാവും. നന്നായിട്ട് പഠിച്ചില്ലെങ്കിൽ പരീക്ഷയ്ക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ കഴിയില്ല. നല്ല രീതിയിൽ ഗുരുദേവന്റെ കൃതികൾ പഠിച്ചില്ലെങ്കിൽ ഇതുപോലെ സത്വബുദ്ധിയിലേക്ക് ഉയരുവാൻ സാധിക്കില്ല. അപ്പോ ഈ കർമ്മങ്ങൾ, ഈ പൂ പറിച്ച് ഈശ്വരന് പൂജ ചെയ്തില്ല, അതുകൊണ്ടാണ്. പൂജ ചെയ്യുക എന്ന് ഉദ്ദേശിക്കുന്നത് കേവലം പുഷ്പങ്ങൾ സമർപ്പിക്കുകയല്ല, 108 വാക്കുകൾ പറഞ്ഞ് ചൊല്ലി അത് ഒരു കർമ്മരൂപത്തിൽ അവസാനിപ്പിക്കുന്ന ഒരു ഇതല്ല. ഇതിലൊരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്, മതിയിലോർത്ത്. നമ്മൾ ഓരോ പ്രാവശ്യം ഓരോ മന്ത്രങ്ങൾ ചൊല്ലുമ്പോഴും പാട്ടുകൾ പാടുമ്പോഴും അല്ലെങ്കിൽ ശ്ലോകങ്ങൾ ചൊല്ലുമ്പോഴും അത് നമ്മൾ അതിന്റെ അർത്ഥം വളരെ കൃത്യമായിട്ട് നമ്മുടെ മനസ്സിൽ അറിഞ്ഞിരിക്കണം. അറിയത്തില്ലെങ്കിൽ ആരോടെങ്കിലും ചോദിക്കണം. കൃത്യമായിട്ട് ആ അർത്ഥം തിരിച്ചറിയുവാൻ നമുക്ക് കഴിയണം. അപ്പോൾ മാത്രമേ ആ ചെയ്യുന്ന പ്രവർത്തിക്ക് ഒരു അർത്ഥം ഉണ്ടാകത്തുള്ളൂ. അല്ലേ? ഓം സംസാര താപശമനായ നമഃ എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? അയ്യോ ടീച്ചറെ, ഞങ്ങൾക്കറിയില്ല, കാണാപ്പാഠം പഠിച്ചു വെച്ചിരിക്കുക.
സംസാര താപശമനായ നമഃ എന്ന് പറഞ്ഞാൽ സംസാരത്തിലുള്ള ദുരിതങ്ങളെല്ലാം ശമിപ്പിക്കുന്നവൻ, അയാളെയാണ് നമ്മൾ നമസ്കരിക്കുന്നത്, അല്ലേ? ആ വ്യക്തിത്വത്തിനെയാണ് നമ്മൾ അപ്പൊ ഇങ്ങനെ ഓരോ കാര്യങ്ങളും ഗുരുദേവൻ എഴുതി വെച്ചിരിക്കുന്ന ഓരോ കൃതികളും നമ്മൾ പഠിക്കുമ്പോൾ, കാണാപ്പാഠം പഠിച്ചു കഴിയുമ്പോൾ, അത് കേവലം വാമൊഴിയാകാതെ മനസ്സിൽ അതിൻ്റെ വാക്കുകളുടെ അർത്ഥം കൃത്യമായി മനസ്സിലാക്കിയിട്ട് വേണം ആ ഒരു ഇതിലേക്ക്, അല്ലെങ്കിൽ ആ കൃതിയുടെ കൃത്യമായ ഒരു അവലോകനം നമുക്ക് ഉണ്ടാവണം. അപ്പോൾ മാത്രമേ ചൊല്ലുമ്പോൾ അതിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാവുള്ളൂ. എന്താണ് നമ്മൾ പറയുന്നത്, നമ്മുടെ വായിലൂടെ വരുന്ന വാക്കുകൾ എന്താണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അതെ, മതിയിലോർത്ത് ഒരു നേരമെങ്കിലും, ഇവിടെ സാധകൻ പറയുന്നത് ഒരു പ്രാവശ്യമെങ്കിലും ഞാൻ ഭഗവാനെ മനസ്സിലോർത്ത് പൂജ ചെയ്തിരുന്നുവെങ്കിൽ അതിൻ്റെതായ രീതിയിലുള്ള ഉയർച്ച എനിക്കുണ്ടാകുമായിരുന്നു. ഞാൻ അങ്ങനെ ചെയ്തില്ല, ഗതി വരുമ്പടിയായിട്ടുള്ള പ്രവർത്തികൾ ഞാൻ ചെയ്തില്ല. അതുകൊണ്ട് എന്തു പറ്റി? ഞാനിവിടെ ദുരിത നരകക്കടലിൽ കിടന്ന് കഷ്ടപ്പെടുകയാണ്. അതിനുള്ള പിഴയാണോ ഭഗവാനെ ഞാൻ ഈ അനുഭവിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് ഇവിടെ ഭക്തൻ. ഓക്കെ, പുതിയ പൂവ് പറിച്ചു ഭവാനെ ഞാൻ മതിയിലോർത്തൊരു നേരമെങ്കിലും ഗതി വരുമ്പടി പൂജകൾ ചെയ്തതില്ല, അതിനുടെ പിഴയോ ഇത് ദൈവമേ. അല്ലെ, സാധാരണക്കാര് സംസാരിക്കുന്ന രീതിയിലുള്ള ശ്ലോകങ്ങൾ തന്നെയാണ്. ഞാൻ ആ കാര്യം ചെയ്യാത്തത് കൊണ്ടാണോ നീ ഈ രീതിയിൽ എന്നോട് സംസാരിക്കുന്നത്, ഹാർഷായിട്ട് സംസാരിക്കുന്നത്, നമ്മൾ ചോദിക്കാറില്ലേ? അത് തന്നെയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഞാൻ ആ കാര്യം ചെയ്യാത്തതുകൊണ്ടാണോ എന്നെ നോക്കാത്തത്, എന്നെ കരുണയോടൊന്ന് കരുതാത്തത്, എന്നിലേക്ക് എന്നെ ചേർത്ത് നിൽക്കാത്തത്, ഇനി ഞാൻ പൂജകളൊക്കെ ചെയ്ത് എൻ്റെ മനസ്സ് ക്ലിയർ ആക്കാത്തത് കൊണ്ടാണോ എന്ന് ചോദിക്കുകയാണ്. ഓക്കെ, അടുത്ത ശ്ലോകം നോക്കാം. പതിവതായൊരിക്കലും മനം കൊതിയടങ്ങിയിരിക്കയുമില്ലയേ, മതിയുറഞ്ഞ ജടൈ കണിയുന്ന നീ രതി അഴിഞ്ഞൊഴുകിയിടിനമേനിയേ. പതിവതായി ഒരിക്കലുമെൻ മനം കുതിയടങ്ങിയിരിക്കയുമില്ലയേ, മതിയുറഞ്ഞ ജടക്കണിയെന്ന നേര അതിരഴിഞ്ഞൊഴുകേടിനമേനിയെ. നമസ്തേ. രണ്ട് തലമാണ്. ഒന്ന് മനസ്സ്, അടങ്ങിയ മനസ്സും ഒന്ന് അടക്കിയ മനസ്സിന്റെ അവസ്ഥയാണ്. പതിവായി ഒരിക്കലും എൻ മനം പതിവായി ഒരിക്കലും കുതിയടങ്ങി ഇരിക്കയില്ല. എൻ മനം ഒരിക്കലും പതിവായി കുതിയടങ്ങി ഇരിക്കയില്ല. ഇതാണ് ആദ്യത്തെ വാക്ക്. അപ്പം ഇവിടെ എന്താ പറയുന്നത്? എൻ മനം, എൻ്റെ മനസ്സ് ഒരിക്കലും അടങ്ങിയിരിക്കില്ല. അടങ്ങിയിരിക്കില്ല എന്ന് പറഞ്ഞാൽ തൻ്റെ ചിന്തകളിന്റെ പിന്നാലെ പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. താൻ ചിന്തിക്കുന്ന ചിന്തകളിലൂടെ, വിചാരങ്ങളിലൂടെ ഒക്കെ പാഞ്ഞു അലഞ്ഞിരിക്കുകയാണ്. കുത്തി അടങ്ങിയിരിക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിലുണ്ടാകുന്ന സങ്കല്പങ്ങൾ, അതിന്റെ പിന്നാലെ പായുകയാണ്, അല്ലെ? കുതിര എന്ന വാക്ക്, കുതി, ചാട്ടം, ഒരിടത്ത് നിൽക്കില്ല. ഇപ്പൊ തന്നെ എവിടെയെല്ലാം നമ്മുടെ മനസ്സിൽ സഞ്ചരിച്ചിട്ടുണ്ടെന്ന് നോക്കിയേ. ക്ലാസ് തുടങ്ങി അരമണിക്കൂറായി. ഈ അരമണിക്കൂറിലൂടെ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടെന്നൊന്ന് ചിന്തിച്ചു നോക്കുക, ഒന്ന് അവലോകനം ചെയ്യുക, അല്ലേ? ഒരു വാക്ക് പറഞ്ഞപ്പോ ഇത് അങ്ങനെ, ഇത് ഇങ്ങനെ കണക്ട് ചെയ്ത് ഒറ്റ സെക്കൻഡ് കൊണ്ട് എത്രമാത്രം ചിന്തകള് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് എന്നൊക്കെ. അപ്പൊ മനസ്സിന്റെ ഒരു സ്വഭാവമാണത്. ചാടി 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 നടക്കുക, അല്ലെ? മനസ്സൊരു കുരങ്ങാണ് എന്നൊക്കെ പറയാറില്ലേ? എന്ന് പറയുന്ന പോലെ ചാടി 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 നടക്കുകയാണ്. അതാണ് പറയുന്നത്, പതിവായി എന്മനം, എൻ്റെ മനസ്സ് ഒരിക്കലും ശാന്തമായിട്ട് ഇരിക്കണില്ല, കുതി അടങ്ങിയിരിക്കുകയുമില്ല. ഇനി ഭഗവാന്റെ നോക്കി, ഭഗവാൻ എങ്ങനെയാണ്? മതിയുറഞ്ഞ ജടക്കണിയുന്ന നീ അതിരൊഴുകിയിടിന മേനിയെ. ഭഗവാന്റെ തിരുജടയില് രണ്ട് ആഭരണങ്ങളുണ്ട്. ഒന്നെന്ത്? ചന്ദ്രൻ, ഒന്ന് ഗംഗ, ജ്ഞാനഗംഗ. ഇപ്പൊ മതി ഉറഞ്ഞ ജട, ജട എന്തിന്റെ സങ്കല്പമാണ്, അല്ലെങ്കിൽ എന്തിന്റെ പ്രതീകമാണ്?
സന്യാസിമാരുടെയൊക്കെ തലയിൽ നമ്മൾ ജട കാണാറുണ്ട് അല്ലേ? എന്താ ജടയും കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ജടയും കൊണ്ട് ഉദ്ദേശിക്കുന്നത് തപസ് ആണ്, നിഷ്ഠ, സാധന, അതൊക്കെയാണ് ജട കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ ആ ജടയ്ക്കുള്ളിൽ മതിയുറഞ്ഞ എന്ന് പറഞ്ഞ, മതി എന്ന് പറഞ്ഞ മനസ്സ് അല്ലെങ്കിൽ ചന്ദ്രൻ. ഇവിടെ നമുക്ക് ചന്ദ്രൻ എന്ന് അർത്ഥം എടുക്കാം. അപ്പൊ ചന്ദ്രൻ ഉറഞ്ഞിരിക്കുന്നത് എവിടെയാ? ഈ ജടയിലാണ്. അപ്പൊ ജടയിൽ മതിയുറഞ്ഞ് ജടയ്ക്കണിയുന്ന നീരെന്ന് എഴുതിയിട്ടുണ്ട് കണ്ടോ? നീരെന്തുവാ? ഗംഗ. ഗംഗാജി എന്തിന്റെ സങ്കല്പമാണ് അല്ലെങ്കിൽ എന്തിന്റെ പ്രതീകമാണ് ഗംഗ? ഗംഗ ജ്ഞാനത്തിന്റെ പ്രതീകമാണ്. ഒരേ സമയം മനസ്സിനെ അടക്കി ജ്ഞാനത്തിലേക്ക് ഉയർന്ന, ജ്ഞാന അവസ്ഥയിലേക്ക് എത്തിയ ശ്രേഷ്ഠ സ്ഥാനത്തെത്തിയിരിക്കുന്ന എന്നാണ്. ഒഴുകിയിടിന മേനിയെ, ഭഗവാൻ എപ്രകാരമാണ് തന്റെ മനസ്സിനെ കീഴടക്കി സദാ ജ്ഞാനത്തിൽ നിലകൊള്ളുന്ന സ്വരൂപമായിട്ട് നിൽക്കുന്നവനാണ് പരമശിവൻ. എന്റെ മനസ്സ് എങ്ങനെയാണ്? എന്റെ മനസ്സ് വസ്തുക്കളിലും വ്യക്തികളിൽ ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം ഉണ്ടോ അതിലേക്കെല്ലാം പായുന്ന സ്വഭാവത്തോടു കൂടിയതാണ് എന്റെ മനസ്സ്. ഭഗവാൻ എന്ത് ചെയ്തു? മനസ്സുകൊണ്ട് മനസ്സിനെ കീഴടക്കി തൻ്റെതായ രീതിയിൽ നിലനിർത്തി ജ്ഞാനത്തിൽ ഉയർന്നു, അല്ലെങ്കിൽ സ്വരൂപത്തിന്റെ തൻ്റെ സ്വരൂപത്തെ തന്നെ തിരിച്ചറിഞ്ഞ് ആ ഒരു ശ്രേഷ്ഠ അവസ്ഥയിൽ നിലകൊള്ളുന്ന സ്വരൂപമായിട്ടിരിക്കുകയാണ്. അപ്പോ ഈ കഠോപനിഷത്തില് പറയുന്നുണ്ട്. കഠോപനിഷത്തില് ഒരു ശ്ലോകത്തിൽ പറയും, യസ്തു വിജ്ഞാനവാൻ ഭവതി അമനസ്ക സദാ അശുചിഹി നസ തത്പദമാപ്നോതി സംസാരാത് ഗച്ഛതി. എന്താണ്? യസ്തു, ഏതൊരു വ്യക്തിയുടെ വിജ്ഞാനവാൻ, ഏതൊരു വ്യക്തിയുടെ അമനസ്ക എന്ന് പറഞ്ഞാൽ തൻ്റെ വശമല്ലാത്തവൻ, തൻ്റെ വശത്തിൽ മനസ്സില്ലാത്തവൻ, അവന്റെ ചിന്താഗതികൾ എപ്രകാരമായിരിക്കും? പല ദിശയിലായിരിക്കും. തനിക്കത് ചെയ്യണം, താൻ ഇത് ചെയ്യണം, തനിക്കത് നേടണം, എന്താ പറയുന്നത്, ഈ ലോകത്തിലുള്ളതെല്ലാം പിടിച്ചെടുക്കണം, അങ്ങനെയുള്ള പല 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 ചിന്തകളിലായിരിക്കും ആ വ്യക്തി പോകുന്നത്. അപ്പൊ ചിന്താഗതികൾ ചരിക്കുന്നത്. ആ വ്യക്തി എവിടെ എത്തില്ല? നസ തത്പദമാപ്നോതി. തത്പദം എന്താണ്? ആത്മനിഷ്ഠയിലേക്ക്, തുര്യഭാവത്തിലേക്ക് എത്തില്ല. എവിടെയാണ് വ്യക്തി പോകുന്നത്? സംസാരാദധിഗച്ഛതി. സംസാരം, ഈ ലോകത്തില്. സംസരതി, സദാ മാറ്റങ്ങൾക്ക് വിധേയമാകുന്ന ഒന്നാണ് സംസാരം. അപ്പൊ അതിലേക്ക് ഈ വ്യക്തി ചെന്നുപെടും എന്ന് പറയുന്നത് ശരിയല്ലേ? മനസ്സിനെ നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ടല്ലേ? 2 മിനിറ്റ് ഒന്ന് കണ്ണടച്ച് ഈശ്വരനെ ധ്യാനിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ചിന്തിച്ചു നോക്കുക. കണ്ണടയ്ക്കുമ്പോഴാവും പല ചിന്തകളും ഉണ്ടാകുക. അപ്പോഴാവും നമുക്ക് ഓരോ കാര്യങ്ങളും ചെയ്തു തീർക്കാനുള്ളത്. ശരിയല്ലേ? ഇപ്പൊ ഇവിടെ ഇരുന്ന് നമ്മൾ ഈ ക്ലാസ് കേൾക്കുന്നുണ്ടെങ്കിലും മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ എത്ര ചിന്തകൾ പോയിട്ടുണ്ടാവും മനസ്സിലൂടെ. അയ്യോ, അത് ചെയ്യണം, ഇത് ചെയ്യണം, ഇന്ന പ്ലാൻസ് മൊത്തം, ഒരു വർഷത്തെ മുഴുവൻ പ്ലാൻസ് എപ്പോഴേ എത്തുള്ളൂ? 5 തൊട്ട് 6 മണി എന്നുള്ള സമയത്തായിരിക്കും. ശരിയല്ലേ? അപ്പൊ മനസ്സെന്ന് പറയുന്നത് അങ്ങനെയാണ്. മനസ്സിന് ഒരിടത്ത് പിടിച്ചു നിർത്താനായിട്ട് ബുദ്ധിമുട്ടാണ്. ഭഗവത്ഗീതയില് അർജുനൻ കൃഷ്ണനോട് പറയുന്നുണ്ട്, ചഞ്ചലം ഹി മന കൃഷ്ണ, അല്ലെ? എന്റെ മനസ്സെന്ന് പറയുന്നത് ചഞ്ചലമാണ്. എങ്ങനെ? പ്രമാധീവ ബലവദൃഢം. പ്രമാധി എന്ന് പറഞ്ഞാൽ നെഗ്ലിജൻസ്. അതുകൊണ്ട് എന്ത് ചെയ്തിരിക്കുന്നു? ബലവത്തായിരിക്കുകയാണ്. മനസ്സാണ് ഇവിടെ ബലവത്തായിരിക്കുന്നത്. ഞാൻ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അതെന്ത് വിചാരിക്കുന്നു അതനുസരിച്ച് അത് പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഇതിനെ നിയന്ത്രിക്കുക എന്ന് പറയുന്നത് എങ്ങനെ ബുദ്ധിമുട്ടാന്നാ പറയുന്നത്? വായോരിവ ദുഷ്ഗ്രഹം. അതായത് വായുവിനെ പിടിച്ചു നിർത്തുന്ന പോലെ ഇരിക്കും
മനസ്സിനെ പിടിച്ചു നിർത്താൻ. വായുവിനെ പിടിച്ചു നിർത്താൻ ആർക്കെങ്കിലും സാധിക്കുമോ? ഇല്ല. അപ്പൊ ഭഗവാൻ ചിരിച്ചോണ്ട് പറഞ്ഞു, എന്ത് പറഞ്ഞു? അതൊന്നും കുഴപ്പമില്ല അർജുന, ഒക്കെ നടക്കും. എങ്ങനെ നടക്കുന്നേ? അഭ്യാസേന തു വൈരാഗ്യേന ച. പ്രാക്ടീസ് ചെയ്യുക, പഠിക്കുക. അപ്പൊ അഭ്യാസവും വൈരാഗ്യവും ഒക്കെ എന്തിനാണ്? കാരണം എന്റെ മനസ്സ് പല ദിശയിലേക്ക് പായുന്നുണ്ടെങ്കിൽ ഈ 3 തരത്തിലുള്ള ഗുണത്തെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്. സത്വം, രജസ്, തമസ്, അല്ലെ? സത്വം എന്ന് പറയുന്നതാണ് സാധനയിലൂടെ നാം നേടിയെടുക്കുന്ന അവസ്ഥ. നാം ഇപ്പൊ ഇരിക്കുന്ന പല ദിശയിലേക്ക് നമ്മുടെ മനസ്സ് പായുന്നുണ്ടെങ്കിൽ നമ്മൾ ഇരിക്കുന്നത് രജോ ഗുണത്തിലാണ്. ഭഗവത്ഗീതയിൽ വീണ്ടും പറയുന്നുണ്ട് അത്. രജോ ഗുണത്തിൽ നിന്ന് നമ്മൾ എങ്കിലും ഏത് തലത്തിലേക്ക് ഉയരണം? സത്വതലത്തിലേക്ക് ഉയരണം. അതിനെന്തേ പറ്റുള്ളൂ? ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നു, അഭ്യാസേന തു വൈരാഗ്യേന ച. അഭ്യാസം എന്ന് പറഞ്ഞാൽ നിരന്തരമായിട്ടുള്ള പഠനം. അതായത് നമ്മൾ നടത്തുന്നത് പോലെ നിരന്തരമായിട്ട് ഭഗവത് വചനങ്ങൾ കേൾക്കുക, ഭഗവത് കഥകൾ കേൾക്കുക, ഭഗവത് കീർത്തനങ്ങൾ ചൊല്ലുക, സത്സംഗത്തിൽ ഏർപ്പെടുക. ചുരുക്കത്തിൽ അതാണ് അഭ്യാസം. വൈരാഗ്യം എന്ന് പറഞ്ഞാൽ എന്താ? യാതൊന്നിനോടും ഒരു മമതയും തോന്നാതെ നിലനിൽക്കുവാനുള്ള കഴിവിനെയാണ് എന്ത് പറയുന്നത്? വൈരാഗ്യം എന്ന് പറയുന്നത്. ഒറ്റയടിക്ക് വൈരാഗ്യം ലഭിക്കില്ല. അതുകൊണ്ടാണ് ആദ്യത്തെ വാക്ക് ഭഗവാൻ ഉപയോഗിച്ചിരിക്കുന്നത് അഭ്യാസം. നിരന്തരമായിട്ടുള്ള പ്രാക്ടീസ് കൊണ്ട് മാത്രമേ ഉള്ളൂ. ഞാൻ മുമ്പ് ഏതോ ഒരു കഥ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, ഈശ്വരന്റെ പേര് സദാ നമ്മുടെ നാവിൽ ഉരുവിടാൻ കഴിയണമെങ്കിൽ ആദ്യം എന്ത് വേണം? സദാ അത് ഉരുവിട്ട് നമുക്ക് പ്രാക്ടീസ് ഉണ്ടാവും, അല്ലെ? രാമ 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 എന്ന് ചൊല്ലിയാൽ മാത്രമേ അന്ത്യകാലത്തും രാമ എന്ന് പറയാൻ പറ്റുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ മനസ്സിനെ നിയന്ത്രിക്കണമെങ്കിൽ, മനസ്സെന്ന ഒന്നിനെ നിയന്ത്രിക്കണമെങ്കിൽ നിരന്തരമായിട്ടുള്ള അഭ്യാസം ഉണ്ടായേ പറ്റൂ, പ്രാക്ടീസ് ചെയ്തേ പറ്റൂ. അല്ലെങ്കിൽ എന്തു പറ്റും? പതിവായതി മനം, എന്റെ മനസ്സ് പതിവായിട്ട് ഒരു അടങ്ങിയിരിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നാം ഇരിക്കേ ചെയ്യുള്ളൂ. നമുക്ക് അവിടെ നിന്നും ഒരു മുന്നേറുവാനായിട്ട് സാധിക്കില്ല. ഓക്കെ, അപ്പൊ അതാണ് മതിയുറഞ്ഞ അണിയുന്ന നീരതിരഞ്ഞിടുന്ന മേനിയെ. മേനി എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ശരീരം. ഭഗവാന്റെ ശരീരത്തിൽ ജ്ഞാന ഗംഗ സദാ ഒഴുകി ഇറങ്ങിക്കൊണ്ട് ഇരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? സദാ ജ്ഞാനത്തിൽ നിലനിന്ന് റെവല് ചെയ്യുന്ന സ്വരൂപമാണ് ഭഗവാൻ ശിവൻ. ഓക്കെ, ശരി. 79. വിധി വരച്ചത് മാറി വരാൻ പണി അകറ്റരുത് ആയത്. ഇതി പറഞ്ഞു വരുന്ന മഹാജനം മതിയിലെന്നടി എന്നറിയാവതോ. വിധി വരച്ചതു മാറി വരാൻ പണി പ്രതിവിധിക്കുമകറ്റരുതായത്. ഇതി പറഞ്ഞു വരുന്നു മഹാജനം മതിയിലൊന്നടി എന്നറിയാവതോ. വിധി വരച്ചതു മാറി വരാൻ പണി പ്രതിവിധിക്കുമകറ്റരുതായത്. ഇതി പറഞ്ഞു വരുന്നു മഹാജനം മതിയിലൊന്നടി എന്നറിയാവതോ. നമസ്തേ. വീണ്ടും ഒരു സംശയമാണ്. എന്താ സംശയം? വിധി വരച്ചത് മാറ്റി വരാൻ പണി പ്രതിവിധിക്കും മകറ്റരുതായത്. അതായത് വിധി വരച്ചത് മാറി വരാൻ പണി. വിധി എന്താണ്? വിധി എന്നും കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്, നമ്മൾ പൊതുവെ വിധി എന്ന് പറഞ്ഞാൽ എന്താ? ഓൾറെഡി നമുക്കറിയാം, നമ്മൾ അറിയാതെ യൂസ് ചെയ്യുന്നതാണത്. ശരിക്കും അതിന്റെ അർത്ഥം നമുക്കറിയില്ല. എന്താണ് അതിന്റെ അർത്ഥം? വിധി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓൾറെഡി തയ്യാറാക്കപ്പെട്ട കർമ്മം. കർമ്മം എപ്പോഴും 3 തരത്തിലുണ്ടെന്ന് പറയുന്നു. അത് 1 സഞ്ചിതമാന്ന് പറയുന്നു, 2 പ്രാരാബ്ധമാന്ന് പറയുന്നു, 3-മത്തേത് ആഗാമിയാന്ന് പറയുന്നു. സഞ്ചിതം എന്ന് പറയുന്നത് നമ്മൾ ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത് പോലെ സദാ ഒരു കണക്ക് നമ്മൾ ചെയ്ത പ്രവർത്തികളിൽ ഉണ്ട് എന്ന് പറയുന്നു.
പ്രാരാബ്ധം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന കാര്യങ്ങളെയാണ് പ്രാരാബ്ധ കർമ്മ എന്ന് പറയുന്നത്. ആഗാമി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇനി നമുക്ക് വരാൻ പോകുന്ന, അതായത് ഇപ്പൊ ചെയ്യുന്ന പ്രവർത്തികളിലൂടെ നമ്മൾ കൂട്ടാൻ പോകുന്ന കർമ്മത്തിനെയാണ് ആഗാമി കർമ്മ എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ നമ്മൾ ഇപ്പം ഒരു കണക്ക് അനുഭവിക്കുന്നുണ്ട്, ഇപ്പൊ ഒരിത്, അത് ഓൾറെഡി നിശ്ചിതമായിട്ടുള്ളതാണ്. അത് നമുക്ക് മാറ്റി വരയ്ക്കുവാൻ കഴിയില്ല. തലവര മാറ്റാൻ പറ്റുമോ എന്നൊക്കെ ഓരോരുത്തർ ചോദിക്കും, നമ്മൾ കേട്ടിട്ടില്ലേ? അല്ലെങ്കിൽ അത് നമ്മുടെ തലയെ വരച്ചിട്ടില്ല എന്നൊക്കെ പറയാറില്ലേ? എന്താ അതിന്റെ അർത്ഥം? നമ്മുടെ കർമ്മത്തിന്റെ കണക്കിൽ ആ പ്രവൃത്തി ഇല്ല, അല്ലെങ്കിൽ നമുക്ക് അതിനെ ഒന്ന് മാറ്റി എഴുതാൻ കഴിയില്ല. കർമ്മവിധി, എന്ന ഗതിക്ക് അത് എല്ലാവരും അനുഭവിക്കേണ്ടതാണ്. നമ്മൾ ജനിക്കുന്നതിന് മുമ്പേ മഹാത്മാക്കന്മാർ പറയുന്നത്, ജനിക്കുന്നതിന് മുമ്പേ നിശ്ചിതമായിട്ടുള്ളതാണ് നമ്മൾ എങ്ങനെ ജീവിക്കണമെന്നും എവിടെ ജനിക്കണമെന്നും ഏത് അച്ഛനും അമ്മയ്ക്കും പുത്രനും പുത്രിയായിട്ട് ജനിക്കണമെന്നും ആരുടെ ജീവിത സഖിയായിട്ട് ജീവിക്കണമെന്നുള്ളതൊക്കെ ഓൾറെഡി നിശ്ചിതമായിട്ട്, ഓൾറെഡി എല്ലാം തീരുമാനിച്ചിട്ടാണ് നമ്മൾ ജന്മം കൊള്ളുന്നത് തന്നെ. പിന്നെ എന്താ നമ്മളവിടെ ചെയ്യുന്നത്? നമ്മുടെ കർമ്മം അനുഭവിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഓൾറെഡി നിശ്ചിതമായിട്ടുള്ള കാര്യത്തെ നമ്മളെ കൊണ്ട് മാറ്റി വരയ്ക്കുവാൻ സാധ്യമല്ല. അയ്യോ, അങ്ങനെ ഒന്നും പറയരുത്, ഞാൻ ഒത്തിരി പ്ലാൻസും കൊണ്ടാണ് ഇരിക്കുന്നത്, ആ പ്ലാന് എന്റെ ജീവിതത്തെ മാറ്റിമറിക്കാനായിട്ടുള്ളതാണ്. ശരിയാണ്, നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഓൾറെഡി നിങ്ങളുടെ കർമ്മ ഇതില് അതുണ്ട്, അതുകൊണ്ടാണ് വരുന്നത് എന്നും പറഞ്ഞ് നമ്മളൊന്നും ചെയ്യാതിരിക്കാനോ? അതാണോ അതിന്റെ അർത്ഥം? വരുന്ന പോലെ കാണാം എന്ന് പറയുന്നതാണോ ശരി? അല്ല, നമുക്കറിയില്ല നമ്മുടെ പ്രാരാബ്ധ കർമ്മത്തിൽ എന്തെല്ലാം ഉണ്ട് എന്ന്. ശരിയല്ലേ? അപ്പൊ എത്ര മെച്ചമായിട്ട് ലഭ്യമാക്കാൻ സാധിക്കുന്നുവോ അത്രയും മെച്ചമായിട്ട് നമ്മുടെ പ്രവൃത്തി കൊണ്ട് നാം നേടിയെടുക്കണം, അത്രേ ഉള്ളൂ. അപ്പൊ വിധി വരച്ചത് മാറി വരാൻ പണി, പ്രതിവിധിക്കും മകറ്റരുതായത് ഇതി പറഞ്ഞു വരുന്നു മഹാജനം. മഹാത്മാക്കന്മാർ ഇത് പറഞ്ഞു വരുന്നുണ്ട്. പക്ഷേ എന്തു പറ്റി? മതി ഒന്നിൽ അടിയൻ അറിയാവതോ. അടിയൻ അറിയാതെ പോയതാണോ എന്നറിയില്ല. എന്തൊക്കെയോ പ്രവർത്തികൾ ഞാൻ ചെയ്തു കൂട്ടി, ഞാൻ അത് മാറ്റിമറിക്കും ഇത് മാറ്റിമറിക്കും എന്നൊക്കെ വിചാരിച്ച് ഞാൻ ഓരോ പ്രവർത്തികൾ ചെയ്തു. അതൊരു പക്ഷെ ഞാൻ അറിയാതെ ചെയ്തതാണോ? എന്തറിയാതെ? വിധി വരച്ചത് മാറ്റി വരയ്ക്കാൻ പണിയാണ് അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ് എന്ന് മനസ്സിലാക്കാത്തത് കൊണ്ടാണോ ഞാനത് ചെയ്തു പോയത് എന്നാണ്. ഇതെല്ലാം കർമ്മഗതി തന്നെ ആയിരിക്കാം, അല്ലേ? ആണോ എന്നൊക്കെ നമ്മൾ ചോദ്യം ചോദിക്കാറില്ലേ? അതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഭക്തൻ. ശരി, അടുത്ത ശ്ലോകം കൂടെ നോക്കാം. ആരാ ചൊല്ല? സ്തുതി പറഞ്ഞുമെങ്കിലനാരദം മുദിതരാകുമശേഷ ജനങ്ങളും അതു നീ കരുതേണ്ടതിൽ നിന്നെയും പുതയലും ബദവേണ്ടതയാനിധി. അയാളുടെ ചൊല്ല, നല്ലൊരു ശ്ലോകമായത്. സ്തുതി പറഞ്ഞിടുമെങ്കിലനാരദം മുദിതരാകുമശേഷ ജനങ്ങളും അതും ഇനി കരുതേണ്ടതിൽ നിന്നെഴും പുതയലും ബദവേണ്ട ദയാനിധേ. ദയാനിധേ, കരുണാനിധിയായിട്ടുള്ളവനെ. പൊതുവെ ഞാൻ കാണുന്നത് എന്താ ഞാൻ കാണുന്നത്? സ്തുതി പറഞ്ഞിടുമെങ്കിൽ അനാരതം മുദിതരാകും അശേഷ ജനങ്ങളും, ഞാൻ കണ്ടിട്ടുള്ളവരെല്ലാം ഒരു സ്തുതിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ലവനാണ്, വല്ലഭനാണ്, അങ്ങനെയൊക്കെ നമ്മൾ ഓരോന്നും പുകഴ്ത്തി പറയും. സ്റ്റേജിൽ കയറുമ്പോഴാണ് നമുക്ക് കൂടുതൽ കേൾക്കാൻ പറ്റുന്നത്. നമ്മളൊരു സ്റ്റേജ് വേദിയിൽ കയറിയിരിക്കുകയാണെങ്കിൽ നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഒരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ആ വ്യക്തിയെ കുറിച്ച് നമുക്ക് ഒന്നും അറിയില്ലായിരിക്കും. പക്ഷെ എന്തു പറ്റും? അത്രയും ജനങ്ങൾക്ക് മുന്നിൽ വെച്ച് ആ വ്യക്തിയെ
രാജാതിരാജൻ, വീരമണി കണ്ഠൻ എന്നൊക്കെയുള്ള തലത്തിലേക്ക് എന്ത് ചെയ്യും? പൊക്കി പറയും. അപ്പൊ ആർക്ക് സന്തോഷമാവും? ആയിരിക്കുന്ന വ്യക്തിക്ക് സന്തോഷം എന്ന് പറയുന്നത് പോലെ പൊതുവെ ജനങ്ങളുടെ സ്വഭാവം എങ്ങനെയാണ്? അവരെ പുകഴ്ത്തി പറഞ്ഞു കഴിയുമ്പോ അവർക്ക് പരമാനന്ദ സന്തോഷമായിരിക്കും. ഷൈനി നന്നായിട്ട് ക്ലാസ് എടുത്തെന്ന് പറയുമ്പോൾ ഷൈനി എന്ത് ചെയ്യും? അങ്ങ് പൊങ്ങും അല്ലേ? 10 പേര് പറഞ്ഞു ഞാൻ നന്നായിട്ട് ക്ലാസ് എടുത്തു എന്നുള്ളത്. ശരിക്കും നന്നായിട്ട് ക്ലാസ് എടുത്തോ എന്ന് വിശകലനം ചെയ്യേണ്ടത് ആര് തന്നെയാണ്? ഷൈനി തന്നെയാണ്. അപ്പോ സ്തുതി പറഞ്ഞിടുമെങ്കിൽ അനാരതം മുദിതരാകും അശേഷ ജനങ്ങൾ. അശേഷം എല്ലാ ജനങ്ങളുടെയും സ്വഭാവമാണ്. ഒന്ന് പൊക്കി പറഞ്ഞു കഴിഞ്ഞാൽ, അവരെ ഒന്ന് സ്തുതിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? സന്തോഷമാണ്. ഇത് വേറൊരു തരത്തിലൂടെ പറയാം. നമ്മൾ പൊതുവെ ദേവതമാരെയൊക്കെ എന്താ ചെയ്യുന്നത്? സ്തുതിക്കുകയാണ് ചെയ്യുന്നത്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? സ്തുതിക്കുമ്പോ എന്ത് പറ്റും? അവര് പ്രസന്നരായിട്ട് നമുക്ക് അതിന്റെ ഫലം തരും. പുത്രകാമേഷ്ടിക്കായിട്ട് എന്ത് ചെയ്യും? ദേവതമാരെ പൂജിക്കും. മഴ വരാൻ എന്ത് ചെയ്യും? ദേവതമാരെ പൂജിക്കും അല്ലെ? പണം വരാനായിട്ട് ദേവിയെ പൂജിക്കും. അങ്ങനെയൊക്കെ നമ്മൾ ഓരോ ദേവതമാരെയും എന്ത് ചെയ്യുന്നു? സ്തുതിക്കുന്നു. അപ്പൊ സ്തുതിക്കുമ്പോ അവരെന്ത് ചെയ്യും? പ്രസന്ന തഥാസ്തു എന്ന് അനുഗ്രഹിച്ചിട്ട് പോകും. ഓരോ ദേവതമാരും അതല്ലേ നമ്മളെ പുരാണങ്ങളിലൊക്കെ പറഞ്ഞു തരുന്നത്. അല്ലയോ ദൈവമേ ഭഗവാനെ എന്നൊക്കെ പറഞ്ഞ് സ്തുതിച്ചു കഴിയുമ്പോ എന്ത് പറ്റും? എന്താണോ ആവശ്യപ്പെടുന്നത് അത് തഥാസ്തു എന്ന് പറഞ്ഞിട്ട് പോകും. അപ്പൊ അതാണ് ഇവിടെ പറഞ്ഞത്, അശേഷ ജനങ്ങളും. പക്ഷെ ഇവിടെ തനിക്ക് ഈ അനിത്യമായിട്ടുള്ള സന്തോഷമല്ല വേണ്ടത്, തനിക്ക് നിത്യമായ സന്തോഷമാണ് വേണ്ടത്. എന്നും ഒരേ രീതിയിൽ ഏറ്റക്കുറച്ചിലുകൾ ഇല്ലാതെ നിലനിൽക്കാൻ കഴിയുന്ന തലത്തിലേക്ക് ഉയരുവാൻ താല്പര്യമുള്ളവരാണ് ഇവിടുത്തെ സാധകർ. നോക്കിയേ, അതും ഇനി കരുതേണ്ടതില്ല, അല്ലെങ്കിൽ അതും ഇനി കരുതേണ്ട. എന്താണ് അതും ഇനി കരുതേണ്ടെന്ന് പറഞ്ഞാൽ? എനിക്കിനി ആരുടെയും സ്തുതി ആവശ്യമില്ല. ഞാൻ നല്ലതാണെന്ന് ഇനി ഒരാൾ പറയേണ്ട കാര്യമില്ല. ആര് പറയണം? ഭഗവാൻ പറയണം, അല്ലെങ്കിൽ എൻ്റെ മനസ്സ് പറയണം, ഷൈനി നീ നല്ല രീതിയിലാണ് ചെയ്തത്, എനിക്ക് തൃപ്തി തോന്നും. മറ്റുള്ളവര് പറഞ്ഞ് കിട്ടുന്ന ആനന്ദത്തെക്കാട്ടിലും ആനന്ദം എപ്പോ ഉണ്ടാകും? തനിക്ക് സ്വയം സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകുമ്പോൾ. അതും ഇനി കരുതേണ്ടതില്ല നിന്നെഴും പുതയലും ബത വേണ്ട. നമ്മുടെ ബന്ധങ്ങളൊക്കെ നിലനിന്ന് പോകുന്നത് എങ്ങനെയാ? നമ്മൾ ഒരാളോട് പറയും നിങ്ങൾ നല്ലതാണ് വലുതാന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ അവരെന്ത് ചെയ്യും? ഒരു സ്നേഹബന്ധം നമുക്ക്. എന്നാണോ നമ്മൾ അവരെ കുറിച്ച് തെറ്റായ വാക്കുകൾ പറയുന്നത്, അല്ലെങ്കിൽ അവരുടെ തെറ്റിനെ ചൂണ്ടിക്കാണിക്കുന്നത്, അന്ന് എന്ത് സംഭവിക്കും? ആ ബന്ധം അവിടെ മുറിയും. ശരിയല്ലേ? നമ്മൾ ഒരാളെ എത്ര കാലം പുകഴ്ത്തി പറയാൻ സാധിക്കുന്നോ അത്രയും കാലം ആ വ്യക്തി നമ്മുടെ സുഹൃത്തായിരിക്കും. എന്നാണോ ആ വ്യക്തിയുടെ ഒരു എന്താ പറയുന്നത്, ഒരു തെറ്റ് നമ്മൾ എടുത്തു കാണിക്കാൻ തയ്യാറാകുന്നോ അന്ന് എന്ത് സംഭവിക്കും? ആ വ്യക്തി നമ്മുടെ ശത്രുവായിട്ട് മാറും അല്ലെ? അപ്പോ ഈ പുകഴ്ത്തി പറഞ്ഞുകൊണ്ട് നേടുന്ന പുതയൽ എന്ന് പറഞ്ഞാൽ മമതാ ബന്ധങ്ങൾ, നമ്മൾ അതുകൊണ്ട് നേടിയെടുത്തിട്ടുള്ള ബന്ധങ്ങൾ, അതും എനിക്കിനി വേണ്ട. അഹം വേണ്ട, മമയും വേണ്ട. വേണ്ട ദയാനിധി, എനിക്ക് വേണ്ടത് ഭഗവാനെ മാത്രം. കാരണം ഭഗവാൻ എനിക്ക് ഒരിക്കലും ഒരു തിന്മ ചിന്തിക്കുകയില്ല, എന്നെ വിട്ടു പോവുകയില്ല. സ്തുതിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല ഇല്ലേ? യാതൊരു കോൺട്രാക്ട് ബേസിലുള്ള പ്രവർത്തികളും ആരോട് വേണ്ട? ഈശ്വരനോട് വേണ്ട. അതുകൊണ്ട് ഭഗവാനെ, എനിക്ക് ഇതുവരെ ഞാൻ ചെയ്ത കാര്യങ്ങളൊന്നും തന്നെ താല്പര്യമില്ല, മുന്നോട്ട് പോകാൻ എനിക്ക് യാതൊരു താല്പര്യവുമില്ല. എനിക്ക് വേണ്ടുന്നത് ഭഗവാന്റെ കരുണ മാത്രമാണ്. ആ കരുണയിൽ നിലനിന്നുകൊണ്ട് മുന്നോട്ട് പോകുവാൻ എനിക്ക് സാധിക്കണം എന്ന ഒരൊറ്റ പ്രാർത്ഥന മാത്രമേ ആർക്കുള്ളൂ? ഈ ഭക്തനുള്ളൂ. സ്തുതി പറഞ്ഞിടുമെങ്കിൽ എങ്കിൽ അനാരതം എപ്പോഴും നമ്മള് എന്താ ഈ സ്തുതിച്ചു പറഞ്ഞു കഴിയുമ്പോൾ മുദിതം
മുദിതരാകും, സന്തോഷവാനും സന്തോഷവതികളുമാകും. അശേഷ ജനങ്ങളും, എല്ലാ ജനങ്ങളും ഇങ്ങനെയാണ്. അവര് സ്തുതിച്ചു പറഞ്ഞു കഴിയുമ്പോ അവര് സന്തോഷമുള്ളവരാകും. അതും ഇനി കരുതേണ്ട, ഇതിൽ നിന്നെഴും. അതും ഇനി കരുതണ്ട. ഇനി അങ്ങനെ ഞാന് ആ പുകഴ്ത്തി പറയുന്നതെ ആശ്രയിച്ച് നിൽക്കില്ല. ഇനി അതിൽ നിന്നുണ്ടാകുന്ന ബന്ധങ്ങളും എനിക്ക് വേണ്ട ദയാനിധി. എന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ടുന്നത് ആരേ ഉള്ളൂ? ഈശ്വരൻ മാത്രമേ ഉള്ളൂ. അപ്പോഴാണ് സത്വബുദ്ധി ഉണ്ടാകുക, മനസ്സ് പലയിടത്ത് പായാതെ നിലനിൽക്കുക. കാരണം ഒരേ ഒരു ടാർഗറ്റേ ഉള്ളൂ. ആരാണ്? ഈശ്വരനാണ്. ഓക്കെ. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി.